അങ്ങനെ നമ്മുടെ രാധികാമ്മ വരുണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും നമുക്ക് വേണ്ടത് തെളിവുകളാണ് വരുൺ. അതുകൊണ്ട് ആ തെളിവുകൾ നമ്മൾ തട്ടിയെടുക്കണം. ആ തെളിവുകൾ തട്ടിയെടുക്കാൻ എന്തും ചെയ്യണം. അത് കേട്ടതും ഭയങ്കര ത്രില്ലോടുകൂടി വരുൺ ഇങ്ങനെ നിൽക്കുക. എന്തും അപ്പൊ ഭദ്രൻ ഇങ്ങനെ ആകെ ഇതായിട്ട് ഭദ്രനെ കുറിച്ച് വരുൺ ആലോചിക്കുകയാണ്. അപ്പൊ അവനെ ഇന്നത്തോടെ നമുക്ക് തീർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണിനെ ഇനി എന്തായാലും ആഘോഷമായിരിക്കും ഭദ്രനെ കൊല്ലുന്നത് വരെ. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയാണ്. അനാർക്കലി റോട്ടിൽ കാത്തു നിൽക്കുക. അപ്പോഴേക്കും കിഷോർ സ്കൂട്ടിയിൽ വന്നോണ്ടിരിക്കുകയാണ്. കിഷോറിന്റെ വരവ് കണ്ടതും അനാർക്കലി കിഷോറിനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പൊ കിഷോർ സ്കൂട്ടർ അവിടെ നിർത്തി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി അനാർക്കലിയുടെ അടുത്തേക്ക് ചെന്നു. അനാർക്കലി, ഞാൻ നിങ്ങളുടെ പേര് ഭദ്രന്റെ വായിൽ നിന്നും കേട്ടിട്ടുണ്ട് കുറെ സമയം. ഒരു രാജകുമാരിയുടെ പേരാണ് നിങ്ങൾക്ക്. ആ രാജകുമാരി എന്തായാലും നാടിനെ നന്നാക്കാനും അവളുടെ ശത്രുക്കളോട് ക്ഷമിക്കാനും മാത്രമാണ് ജീവിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ശത്രുക്കളെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ. രാധിക, അരക്കൽ തറവാട്ടിലുള്ള സകല കീടങ്ങളെയും ഞാൻ അവസാനിപ്പിക്കും. അവർക്ക് ഞാൻ അന്ത്യം കുറിക്കും എന്നും. അത് കേട്ടതും നമ്മുടെ കിഷോർ നോക്കുകയാണ് തുറച്ച്. എന്തായി ഗീതാഞ്ജലി നിന്നെ തകർത്ത വിഷയം എനിക്ക് നന്നായിട്ടറിയാം. ഗീതാഞ്ജലി നിന്റെ ജീവിതത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. അത് കേട്ടതും, ഓ ഗീതാഞ്ജലി, അവളുടെ പേരെന്നോട് പറയണ്ട. അവളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക. അങ്ങനെയുള്ള ഒരുത്തിയെ എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. അതുപോലുള്ള ദേഷ്യമാണ് എനിക്ക് അവരോട് എന്നൊക്കെ പറയണം. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അനാർക്കലി, അങ്ങനെയുള്ളവളെ നീ എന്ത് ചെയ്യും? ഞാൻ അവളെ കൊല്ലും. അവള് ചത്തു കഴിഞ്ഞാൽ പിന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവള് മരിച്ചാൽ എൻ്റെ സമാധാനം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ഇരിക്കണം. ആ സമയം, അവള് മരിച്ചാൽ നിന്റെ സമാധാനം തിരിച്ചു വരും. പക്ഷെ അവള് നിന്നോട് ചെയ്തതിനുള്ള തിരിച്ചടിയായിട്ട് നിനക്ക് അവള് മരിച്ചാൽ മാത്രം മതിയോ കിഷോർ എന്നും ചോദിക്കണം. അല്ല, അവളെ കൊല്ലാതെ കൊല്ലണം, കൊല്ലണം. എന്നിട്ട് അവളെ ചേർത്ത് നിർത്തി ചവിട്ടി അരച്ച് നിന്റെ കാലിൻ ചോട്ടിലിടണം. അത് കേട്ടതും കിഷോർ, അതെ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവളുടെ ഭർത്താവ് ആ ഗോവിന്ദ് കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലൊരു ശക്തനായ ഭർത്താവാണ് അവൾക്കുള്ളത്. അവനെയും അവൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും. അവരെയൊക്കെ ഇല്ലാതാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനെയും ഞാൻ തീർക്കും എന്നും പറയാണ് നമ്മുടെ അനാർക്കലി. അത് കേട്ടതും കിഷോറിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഗോവിന്ദ് സാറിനെയും ബാക്കിയുള്ളവരെയൊക്കെ കൊല്ലുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അവരെയൊക്കെ തീർത്ത് സമാധാനത്തോടെ ഞാൻ ആഘോഷിച്ച് ഞാൻ നിന്റെ കൂടെ നിൽക്കാം. കിഷോർ, ഞാൻ പറയുന്നതനുസരിച്ചാൽ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ കിഷോർ നോക്കുവാണ്. ഉറപ്പായിട്ടും എൻ്റെ കൂടെ നിന്നവരൊന്നും എനിക്ക് അത്ര വിശ്വാസമില്ല. കാരണം എൻ്റെ കൂടെ നിന്നവരും ഞാൻ കൂടെ നിന്നവരുടെയൊക്കെ കൂടെ നിന്നുള്ള ഞാൻ ഓരോ ലക്ഷ്യങ്ങൾ ഇടുമ്പോൾ അതിലൊക്കെ ഞാൻ തോറ്റുപോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് തകർച്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ എനിക്ക് തകർച്ച ഉണ്ടാവാതെ ഉയർച്ച ഉണ്ടാവണം. അതിന് ഞാൻ ഗ്യാരണ്ടി. ഞാൻ പറയാം, നിനക്ക് ഞാൻ ഉയർച്ച ഉണ്ടാക്കി തരും എന്നും പറയണം. അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ കിഷോർ, എന്നാ ശരി നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയാണ്. ഭദ്രൻ രാധികാമ്മയെ കാത്തു നിൽക്കുക. അപ്പോഴേക്കും രാധികാമ്മ എത്തി. രാധികാമ്മ വെറും കൈയോടുകൂടെ വരുന്നത് കണ്ട് ഭദ്രൻ ചോദിക്കുകയാണ്, എവിടെ പണം എവിടെ? അത് കേട്ടതും രാധികാമ്മ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും കാറിൽ നിന്നും വരുൺ ഇറങ്ങി നടന്നു വരുന്നത് കണ്ടതും ഭദ്രൻ സന്തോഷത്താൽ മതിമറന്നു. കയ്യിലൊരു വലിയ പെട്ടിയുമായിട്ടുള്ള വരുണിന്റെ വരവ് ഭദ്രനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണിച്ചു. അപ്പോഴേക്കും വരുൺ, വാ അകത്തേക്ക് വാ, ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവിടെ നിന്നാ നിറയെ ആൾക്കാർ കാണും, ഞങ്ങളെ പരിചയമുള്ള പലരും ഇവിടെയുണ്ട് എന്നും. അത് കേട്ടതും ഭദ്രനും അകത്തേക്ക് പോവുകയാണ്. ഈ സമയം തുറക്ക് പെട്ടി തുറക്ക് എന്നും പറയാ. അപ്പോൾ ഇതിൽ താൻ പറഞ്ഞ 10 കോടി രൂപയുണ്ട്. ആദ്യം ആ മൊബൈൽ ഇങ്ങതാ, അത് നശിപ്പിക്കട്ടെ. അത് കേട്ടതും മൊബൈൽ നശിപ്പിക്കാൻ പറ്റൊന്നുമില്ല, വലിയ വില കൂടിയ മൊബൈലാ. അതെ, ഓഡിയോ ഡിലീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അതങ്ങ് ഡിലീറ്റ് ചെയ്തോ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പൈസയൊക്കെ ഒന്ന് കാണണം എന്നും പറയുക. അപ്പൊ വരുൺ ഞെട്ടി, അമ്മേ പെട്ടി അയാൾ തുറന്ന ഉറപ്പായിട്ടും നമ്മൾ പെടും. അത് കേട്ടതും രാധിക, നീ മിണ്ടാതിരിക്കടാ, പേടിക്കാതെ എന്നും പറയണം. അപ്പോഴേക്കും വരുൺ ഭദ്രനോട്, ശരി തുറന്നു നോക്ക്. അപ്പൊ ഭദ്രൻ പെട്ടി തുറന്നതും നിറയെ നോട്ടുകെട്ടുകൾ ഇരിക്കുന്നത് കണ്ട് ഭദ്രന് സന്തോഷമായി. സന്തോഷത്തോടെ ഭദ്രൻ ആ ഫോണ് രാധികാമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. രാധികാമ്മ അത് വരുണിന്റെ കയ്യിലും
ഫോൺ മേടിച്ചു. ഇതെന്താ ലോക്കാണല്ലോ എന്ന് വരുണിന്റെ ചോദ്യം കേട്ട് അതെ കാലം വേറെയാണേ, അതുകൊണ്ട് ഞാനത് ലോക്കിട്ട് വെച്ചിരിക്കുക. എന്തായാലും ദേ ആ ലോക്ക് എടുക്ക്, ഈസിയുള്ള ലോക്കാണ്, 1 2 3 4 എന്ന് ഭദ്രൻ. അത് കേട്ടതും വരുൺ ലോക്ക് എടുക്കുക. ഈ സമയം ഭദ്രൻ പൈസ എടുത്ത് ഇങ്ങനെ വിരിച്ചു നോക്കുക. ആ സമയത്ത് മുകളിലത്തെയും താഴത്തെയും മാത്രം നോട്ട്, ബാക്കിയുള്ളതൊക്കെ വെറും വെള്ള പേപ്പർ. അത് കണ്ടതും ഭദ്രൻ വീണ്ടും എല്ലാ നോട്ടുകളും എടുത്തു നോക്കി. എല്ലാം അതുപോലെ. തനിക്ക് ചതി പറ്റിയെന്ന് മനസ്സിലായ ഭദ്രൻ രാധികാമ്മ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ നിങ്ങളെ. എന്റെ മൊബൈൽ തട്ടിയെടുത്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കാൻ നോക്കിയാ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഭദ്രൻ ആകെ ദേഷ്യപ്പെട്ട് മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. പക്ഷെ വരുൺ അതിന് സമ്മതിക്കാതെ മൊബൈലും കൊണ്ട് അങ്ങോട്ട് ഓടുന്ന സമയത്ത് ഭദ്രൻ സമ്മതിക്കില്ല, ഞാൻ വിട്ടു തരില്ല. ഞാൻ എൻ്റെ മൊബൈലിലെ ഓഡിയോകൾ നശിപ്പിച്ചാലും ഗോവിന്ദനോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. എന്നിട്ട് നിങ്ങളെയൊക്കെ ഞാൻ കൊടുക്കും. വെറുതെ വിടില്ല ഞാൻ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. വിടില്ല ഞാൻ ഒരെണ്ണത്തിനെയും എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ദേഷ്യപ്പെടും. അപ്പോഴേക്കും രാധിക ഭദ്ര എന്നും പറഞ്ഞ് പുറകിൽ നിന്ന് വിളി കേട്ടതും ഭദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് രാധികാമ്മയെ നോക്കിയതും ഒരൊറ്റ കുത്ത് രാധികാമ്മ ഭദ്രന്റെ പള്ളയ്ക്ക് കത്തി കുത്തി ഇറക്കി. കത്തി കൊണ്ട് കുത്തു കിട്ടിയതും ഭദ്രൻ ആകെ ഒന്ന് പിടഞ്ഞു വേദന കൊണ്ട്. ആ സമയം വരുൺ രാധികാമ്മയുടെ കയ്യിൽ നിന്നും കത്തി മേടിച്ചിട്ട് തിരിച്ചു വീണ്ടും കുത്തുക. ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ചത്ത് തൊലയടാ, ബാക്കിയുള്ളവന്റെ സമാധാനം കളയാനായിട്ട് വന്നോളും ഭദ്രൻ. അറയ്ക്കൽ തറവാടിന്റെ നാശം, അറയ്ക്കൽ തറവാടിന്റെ സമാധാനം കെടുത്തിയവനെ അറയ്ക്കൽ തറവാടിന്റെ പഴയ തറവാട്ട് മണ്ണിൽ തന്നെ അന്തി ഉറങ്ങാം. ഇവനെ ഇവിടെ തന്നെ കുഴിച്ചു മൂടണം, വേറൊരു തെളിവും അവശേഷിക്കാതെ എന്നും പറയാണ്. അത് കേട്ടതും വരുൺ പോയി കുഴിയെടുക്കാനായിട്ട് പോവുക. ഈ സമയം രാധികയും ആകെ പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുക. എല്ലാം അവസാനിപ്പിക്കണം. അപ്പോഴാണ് ഭദ്രന്റെ വയറ്റത്തുള്ള കത്തി രാധികാമ്മ കണ്ടത്. ഈ കത്തിയുടെ ഇത് മാറ്റണം എന്നിട്ട് കത്തി വലിച്ചൂരിയിട്ട് രാധികാമ്മ അവിടെ നിന്ന് വരുണിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ വരുൺ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുൺ പെട്ടെന്ന് ചെയ്. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു ചിരി, അട്ടഹസിച്ചുള്ള ചിരി കേട്ട് രാധികാമ്മ തിരിഞ്ഞു നോക്കി. അനാർക്കലി ആയിരുന്നു അത്. അനാർക്കലിയെ കണ്ടതും രാധിക ഞെട്ടി. കൊള്ളാം രാധികെ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നീ എന്തായാലും ശത്രുവിനെ വിളിച്ചു വരുത്തി അവന്റെ പള്ളയ്ക്ക് കത്തികുത്തി ഇറക്കുന്ന ഒരു വീരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എന്തൊക്കെ ആയാലും ശരി, നീ ഈ ചെയ്തത് ശരിയായില്ല രാധികെ. നീ ഈ ചെയ്തതിന് ജീവിതകാലം മുഴുവനും നീ അകത്ത് കിടക്കേണ്ടി വരും എന്നും. അത് കേട്ടതും രാധിക അനാർക്കലി ഞാൻ പറയുന്നൊന്ന് വേണ്ട, ഒരക്ഷരം നീ പറയണ്ട. നീ ചെയ്തതും നിന്റെ മകൻ ചെയ്തതും ഒക്കെ വീഡിയോ സഹിതം ഈ മൊബൈലിൽ റെക്കോർഡുണ്ട്. അതെല്ലാം കൊണ്ടുപോയി ഗോവിന്ദനെ കാണിച്ചാൽ ഇനി നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അനാർക്കലി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവനെ കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റാതെയാണ്. നിനക്ക് ഞാൻ പണം തരുന്നതിൽ ഒരു ഇതുണ്ട്, പക്ഷെ ഇവന് ഞാൻ എന്തിനു പണം കൊടുക്കണം? അതിനു വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്. ഇവൻ കാരണം മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു, ഉറക്കമില്ലാതായി. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി അനാർക്കലി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് കേട്ടതും വരുണിന് ദേഷ്യം വരിക. വരുൺ അമ്മ എന്തിനാ ഇവളോടൊക്കെ കാല് പിടിച്ച് സംസാരിക്കുന്നത്? ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. അനാർക്കലിയുടെ ദേഹത്ത് തൊടാൻ ധൈര്യം ഉണ്ടെങ്കിൽ തൊടടാ എന്നും അനാർക്കലി. അത് കേട്ടതും വരുൺ ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മമ്മട്ടിയുമായിട്ട് അനാർക്കലിയെ വെട്ടാനായിട്ട് ഓടി വരുക. ആ വരുന്ന വരലും അനാർക്കലി തോക്കെടുത്ത് വരുണിന്റെ തലയ്ക്ക് നേരെ തന്നെ ചൂണ്ടി, എന്നെ തൊട്ടാ നീ വിവരം അറിയും, പിന്നെ നീ ജീവനോടെ ഈ മണ്ണിലുണ്ടാവില്ല. അറയ്ക്കൽ മാധവൻ നായരുടെ അല്ലാത്ത സന്തതിക്ക് ഇതിനിടയിൽ ഒരു റോളില്ല, മാറി നിക്കട ചക്ക എന്നും പറയണം. അത് കേട്ടതും വരുൺ മമ്മട്ടി താഴെ ഇട്ടു. പേടിച്ചു പോയോ? നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരുടെയൊക്കെ മുൻപിൽ വരുമ്പോ ഞാൻ വെറും കൈയോടെ വരുമെന്ന് നീയൊക്കെ കരുതിയോ? എന്നാ നിങ്ങൾക്ക് തെറ്റി. നീ തോട് ചാടിയാൽ ഞാൻ 6 ചാടും. എനിക്കറിയാം നിന്നെ കുറിച്ചൊക്കെ എന്താ ചിന്തിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെയാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അറയ്ക്കൽ മാധവൻ നായരുടെ അല്ലാത്ത വിത്തിന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരണോ എന്ന് വരുൺ. അത് കേട്ടതും രാധികമ്മ അനാർക്കലി, നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും.
അതുറപ്പാ എന്ന് പറയണം. അത് കേട്ടതും നമ്മുടെ രാധിക അനാർക്കലി ശരി, ഇനി ഇതിന്റെ പേരിൽ നിങ്ങളുടെ ശത്രുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊപ്പം ഞാൻ ചേരാം. ഈ നരുന്ത് പയ്യൻ കുഴിച്ചാലൊന്നും ഇന്ന് രാത്രിയോടെ ഈ കുഴിയെടുക്കാൻ പറ്റില്ല. കുഴിയെടുക്കാൻ ഞാനും സഹായിക്കാം. വരുൺ, നീ പോയി ഭദ്രനെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവാ എന്നും പറയണം. അത് കേട്ടതും വരുൺ ഭദ്രനെ പൊതിയാനായിട്ട് വെള്ളത്തുണിയും കൊണ്ട് പോവുകയാണ്. ഈ സമയം മരിച്ചു വീണ് കിടക്കുന്ന ഭദ്രനെ വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞെടുക്കുകയാണ് നമ്മുടെ വരുൺ. കത്തിയും വെള്ള പതിപ്പിച്ച ഭദ്രനെയും ഒരു കുഴിയിലിട്ട് മൂടാനുള്ള വരവയാണ് ഈ സമയം. പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാ. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ കണ്ണേട്ടാ. ഞാൻ അപ്പൊ വിളിച്ചപ്പോ റിങ് പോയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ വിളിച്ച് സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടാവുമെന്ന്. അച്ഛനെന്തോ പറയാൻ വേണ്ടിയാ വന്നത്. കാര്യമായിട്ട് എന്തോ പറയാൻ. എനിക്ക് തോന്നുന്നില്ല ഗീതു, ഇനി നിന്റെ അച്ഛൻ ആ കാര്യം എന്നോട് പറയുമെന്ന്. അതെന്താ ഗോവിന്ദേട്ടാ? അതെന്താന്ന് വെച്ചാലേ, രാധികാമ്മയും ഭദ്രനും തമ്മിൽ സംസാരിച്ചല്ലോ. അവർ രണ്ടുപേരും സംസാരിച്ച സ്ഥിതിക്ക് ഇനി ആ രഹസ്യം എന്നോട് പറയാൻ ഭദ്രൻ കൂട്ടാക്കില്ല. അത് ഉറപ്പാ. അത് കേട്ടതും നമ്മുടെ ഗീതു ആകെ ടെൻഷനായിട്ട് നിൽക്കുക. അത് ശരിയാ, രാധികാമ്മ എന്തെങ്കിലും ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അച്ഛൻ അതിനു മുന്നിൽ വീഴും. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. സാരമില്ല കണേട്ടാ, വിട്ടുകളാ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാം അങ്ങോട്ട് തീരട്ടെ. ഇനിയിപ്പോൾ എന്ത് പറയാനാ? എല്ലാം കൊണ്ടും അച്ഛൻ എന്തോ രഹസ്യം അറിയാം. പക്ഷെ രാധികാമ്മയെ സൂക്ഷിക്കണം. അനാർക്കലിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയാതെ നമ്മൾ അത്ര പെട്ടെന്ന് രാധികാമ്മയെ ഒരു ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഗീതു കുറേ നേരം ആശ്വസിപ്പിക്കുകയാണ് ഗോവിന്ദരെ. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം മറക്കാം, നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് ഗീതുവും ഗോവിന്ദനും സന്തോഷത്തോടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഭദ്രൻ രാധികയുടെ ചതിക്കുഴിയിൽ വീണ് പെടഞ്ഞ് മരിച്ചിരിക്കുകയാണെന്നുള്ള സത്യം അറിയാതെയാണ് ഗീതു